നമസ്കാരം, ഞാൻ മേശ്വരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കം ഊർജിതമാക്കി UAE. ദുബായിലെയും ഷാർജയിലെയും സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ ഉണ്ടാകൂ. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാം. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് വൈകിട്ട് മുതൽ തന്നെ റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ എമിറേറ്റുകളിലെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ അൽ ജസീറ, അൽഹംറ മേഖലയിൽ ആലിപ്പഴ വർഷവുമുണ്ടായി. നാളെ രാവിലെയോടെ മിക്ക മേഖലകളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പലയിടങ്ങളിലും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊടിക്കാറ്റിൽ ദൂരപരിധി കുറയുമെന്നും വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം എന്നിവർ കഴിഞ്ഞ ദിവസം സംയുക്ത യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനും എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. സ്വകാര്യ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും ജോലി സമയത്തിൽ ഇളവ് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുബായ്, ഷാർജ എമിറേറ്റുകളിൽ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി. ദുബായ് മെട്രോ സർവീസ് പുലർച്ചെ 5 വരെ നീട്ടിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയിൽ ബൈക്ക് ഡെലിവറി സർവീസുകൾ ഒഴിവാക്കണമെന്ന് അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷാർജയിൽ പാർക്കുകൾ അടച്ചിടും. എമിറേറ്റിൽ നാളെയും മറ്റന്നാളും നടക്കേണ്ട എല്ലാ കായിക പരിപാടികളും പിൻവലിച്ചതായി ഷാർജ സ്പോർട്സ് കൗൺസിൽ അറിയിച്ചു. അതിനിടെ ഏപ്രിൽ 16-ന് രാജ്യത്ത് പെയ്തതുപോലെ അതിശക്തമായ മഴ ഇത്തവണ ഉണ്ടാകില്ല എന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. അബുദാബി രാജകുടുംബാംഗവും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മാതൃ സഹോദരനുമായ ഷെയ്ഖ് താനൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ അന്തരിച്ചു. അബുദാബി ഭരണാധികാരിയുടെ അലൈൻ മേഖലയിലെ പ്രതിനിധിയായിരുന്നു. അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനായും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ചെയർമാനായും സുപ്രീം പെട്രോളിയം കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പതാക പകുതി താഴ്ത്തിക്കെട്ടു. കുവൈറ്റിൽ മലയാളി മരിച്ചു. കോട്ടയം പുത്തനങ്ങാടി സ്വദേശി മാണി സി ജോസഫ് മാളിയേക്കലാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മഹാ ഇടവക കുവൈറ്റ് അംഗമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗൾഫിലെ പ്രമുഖ സ്ഥാപനമായ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ ബിരുദദാന ചടങ്ങ് ദുബായിൽ നടന്നു. നയതന്ത്ര വിദഗ്ധർ, വിവിധ സർവകലാശാല മേധാവികൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ ദുബായ്, ഷാർജ, ഫുജൈറ ശാഖകളിൽ നിന്നും വിവിധ മേഖലകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർക്കാണ് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചത്. 500ഓളം വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അധ്യയനം ഉറപ്പാക്കുന്നതാണ് സ്ഥാപനത്തിന്റെ വിജയത്തിന് കാരണമെന്ന് പ്രസിഡന്റും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര പറഞ്ഞു. വിവിധ സാംസ്കാരിക പരിപാടികളും ചടങ്ങിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ ബിസിനസ് എഡ്യൂക്കേഷന്റെയും വിവിധ സർവകലാശാലകളുടെയും അംഗീകാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ്. കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജയിൽ തുടക്കമായി. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 12 വരെയാണ് വായനോത്സവം. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ കുരുന്നുകൾക്ക് മുന്നിൽ അറിവിന്റെയും വായനയുടെയും വലിയ ലോകം തുറന്നിട്ടിരിക്കുകയാണ്. 15ാമത് ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പബ്ലിഷേഴ്സും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2, 3, 4 പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബിക്കിൻ്റെ ഒരു എക്സിബിഷൻ ഹാൾ നമ്പർ 4 വേറെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകമേളയുണ്ട്, ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്, കുക്കറി ഷോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോമിക് കോർണർ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മുടെ ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം ഇവിടെ എപ്പോഴും നമ്മുടെ ലോബീസിലൊക്കെ കാണാൻ പറ്റും. വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വായനോത്സവം നടക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം പ്രസാധകരാണ് ഇത്തവണ വായനോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നിരവധി പുസ്തകങ്ങൾ ഞങ്ങളുടെ സ്റ്റാളിലുണ്ട്.
നമ്മൾ ഈ ഏറ്റവും വലിയ പുസ്തകങ്ങൾ പോലും ലിപി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. വായനയോടൊപ്പം കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാതരം കഴിവുകളെയും കൃത്യമായി പുറത്തെടുക്കാനുള്ള സെഷനുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓരോ സെഷനിലും പങ്കെടുക്കാനായി എത്തുന്നത്. I came and I first came to this, then I went to buy some books and I just came right now, so How is everything? it's very nice. രണ്ടാമത് ആനിമേഷൻ കോൺഫറൻസും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. വായനയുടെയും അറിവിൻ്റെയും ഈ മഹാ ഉത്സവം ഈ മാസം 12 വരെ നീണ്ടു നിൽക്കും. ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരിയസ് കപ്പലിലെ ജീവനക്കാരുടെ കുടുംബം ആശങ്കയിൽ. കപ്പലിൽ ഉള്ളവരുടെ മോചനം സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഏപ്രിൽ 13-നാണ് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. മോചന ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം. മനസമാധാനം നഷ്ടപ്പെട്ടുവെന്ന് കപ്പലിലുള്ള കോഴിക്കോട് വെള്ളിപ്പറമ്പ സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ്. രാത്രി സംസാരിക്കുമ്പോൾ അരമണിക്കൂർ അവർ ഫോൺ കൊടുക്കും, സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെറ്റ് കട്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പോൾ അവരിപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മളെ അറിയിക്കേണ്ട വെച്ചിട്ടിരിക്കുകയാണോ? ഭക്ഷണം കാര്യം വരെ ശരിക്കും കിട്ടുന്നുണ്ടോ? ഒരു അച്ഛനും അമ്മയ്ക്കുള്ള ഒരു 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 ആ ഫീലിങ്സ് എല്ലാവർക്കും മനസ്സിലാവണം. പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി അടക്കം 10ഓളം പേർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. എവിടെ വിളിച്ചാലും ഞാനിപ്പോൾ ജനീവ, ഇറാൻ, ഇവിടെയുള്ള കൺസേൺ ബോംബെ, ഇവിടെയുള്ള കൺസേൺഡ് MSC ഓഫീസ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഓഫീസിലേക്ക് എല്ലാം ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ 100% ഷുവർ ദ വിൽ ബി റിലീസ്ഡ് സൂൺ. ഈ റിപ്ലൈ എനിക്ക് കിട്ടുന്നത്, ഒരേ റിപ്ലൈ. അപ്പോൾ അത് എനിക്കൊരു ഫിക്സഡ് ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആവശ്യം. അതാണ്. 16 ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേരാണ് കപ്പലിലുള്ളത്. ശ്യാംനാഥിനു പുറമെ പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി ധനേഷ് എന്നിവരാണ് മലയാളികൾ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കുടുംബം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. നിർണായക ദൃശ്യങ്ങൾ എവിടെ? മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായക ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല. തർക്കം നടന്ന KSRTC ബസ്സിൽ നിന്നാണ് CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് നഷ്ടമായത്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിലും മേയർക്കെതിരായ സൈബർ ആക്രമണത്തിലും പോലീസ് കേസെടുത്തു. മേയർക്കെതിരെ ഡ്രൈവർ LH യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും. മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ LH യദുവും സ്വന്തം വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിൽ നിർണായകമാകുമായിരുന്ന മെമ്മറി കാർഡാണ് നഷ്ടമായത്. അശ്രദ്ധമായി ഓടിച്ചത് മേയർ സഞ്ചരിച്ച കാറാണോ, KSRTC ബസ്സാണോ, സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടോ എന്നീ ചോദ്യങ്ങൾക്ക് മെമ്മറി കാർഡ് ഉത്തരം നൽകിയേനെ. അന്വേഷണത്തിനായി പോലീസ് എത്തിയപ്പോഴാണ് മെമ്മറി കാർഡ് കാണാനില്ലെന്ന് അറിയുന്നത്. മെമ്മറി കാർഡ് മിസ്സാവാൻ പാടില്ല. ആ മെമ്മറി കാർഡാണ് കാണാതായത്. സംഭവ ദിവസം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നതായും മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാകുമെന്നും KSRTC ഡ്രൈവർ LH യദു 24-നോട് പറഞ്ഞു. എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. അകത്ത് നിന്ന പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്നവരെ വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസും കേസെടുത്തു. മേയറെ സമൂഹമാധ്യമം വഴി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മേയർ ട്രിപ്പ് തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ LH യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനും തീരുമാനമായി. 24 തിരുവനന്തപുരം. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ദല്ലാൾ TG നന്ദകുമാറിനുമെതിരെ DGPക്ക് പരാതി നൽകി LDF കൺവീനർ EP ജയരാജൻ. ഇരുവരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് EPയുടെ പരാതി. നേരത്തെ KPCC പ്രസിഡന്റ് K സുധാകരനും ശോഭാ സുരേന്ദ്രനും TG നന്ദകുമാറിനും
EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ CPIM നിർദ്ദേശം നൽകിയിരുന്നു. CPIMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കാൻ കാരണമായത് ബാങ്കിന്റെ വീഴ്ച എന്ന് ജില്ലാ നേതൃത്വം. ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് CPIM വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്നും EDക്ക് മുന്നിൽ ഹാജരായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പിൻവലിച്ച 1 കോടി രൂപ ഇന്നലെ ബാങ്കിൽ തിരിച്ചടയ്ക്കാനെത്തിയപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ഇക്കാര്യത്തിലാണ് വിശദീകരണവുമായി CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പാൻ കാർഡിലെ T എന്ന അക്ഷരം J എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. വീഴ്ച സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാർട്ടിക്ക് കത്ത് നൽകിയെന്നും CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട്, അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദി. പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. സാങ്കേതിക പിഴവ് തിരുത്താൻ സാധാരണ നൽകുന്ന സാവകാശം പോലും അനുവദിക്കാതെയാണ് ആദായ നികുതി വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് CPIM കുറ്റപ്പെടുത്തി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ്. നിയമപരമായി നേരിടാനാണ് CPIMന്റെ തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായില്ല. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ നൽകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് 2 ആഴ്ചത്തെ സാവകാശം MM വർഗീസ് തേടിയിട്ടുമുണ്ട്. 24 തൃശൂർ. കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് കോൺഗ്രസ് ചോദിച്ചപ്പോൾ ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് BJP കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയെത്തി. കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക തന്നെ ഏറ്റുപറഞ്ഞതോടെ വിഷയം പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസിയിൽ മോദിയുടെ എതിരാളിയുമായ അജയ് റായ് ഉന്നയിക്കുന്ന ചോദ്യം. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന RJD. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് 2021 തന്നെ പുറത്തു വന്ന ശേഷവും ഇന്ത്യയിൽ യാത്രാനുമതി പോലും നിഷേധിച്ച് വാക്സിൻ സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിച്ചു എന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് BJP മറുപടി പറയണമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. कैसे पता चलेगा कि उनके ऊपर कोई साइड इफेक्ट है या नहीं है? क्या उनकी ब्लड में क्लॉटिंग हो रही है? क्या उनका प्लेटलेट काउंट गिर रहा है? और क्या किया जा सकता है जिससे अगर उनके ऊपर कोई ऐसा साइड इफेक्ट है तो उन लोगों की जान बचाई जा सके? करोड़ों लोगों के स्वास्थ्य का मामला है. ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്കും BJP കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചു. അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. 24 ഡൽഹി. ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയില്ല എന്ന് സ്ഥിരീകരിച്ച മകൻ ചാണ്ടി ഉമ്മൻ ക്യാൻസർ ബാധിതനായതുകൊണ്ട് ആരോഗ്യനില പരിഗണിച്ചാണ് വാക്സിൻ നൽകാതിരുന്നത് എന്നാണ് വിശദീകരണം. വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് ലൈവിലെ പ്രതികരണം. കോവിഡ് വാക്സിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തൽ ചർച്ചയായതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും സജീവമായത്. ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ എടുക്കാത്തതിൽ വിശദീകരണവുമായി ചാണ്ടി ഉമ്മൻ എത്തിയത്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു പ്രതികരണം. ചികിത്സ വിവാദമാക്കിയവർ മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും എന്നോട് വേണ്ട, അദ്ദേഹത്തെ സ്നേഹിച്ച കേരള സമൂഹത്തോട്. ശരിയോ തെറ്റോ ആവട്ടെ, ആ വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല. ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന പരാതി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. 24 കോട്ടയം. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. വെന്തുരുകി കേരളം.
സംസ്ഥാനത്ത് മെയ് മാസം വേനൽ മഴ കുറയുകയും ചൂട് കൂടുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില രേഖപ്പെടുത്തിയെങ്കിലും 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 39.7 ഡിഗ്രി സെൽഷ്യസ് താപനില. ഏപ്രിൽ 24 ശേഷം ആദ്യമായാണ് 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെ രേഖപ്പെടുത്തിയതെങ്കിലും ഇതും സാധാരണയേക്കാൾ 3.7 ഡിഗ്രി സെൽഷ്യസ് അധികമാണ്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തി. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജനജീവിതം ദുസ്സഹമാണ്. എല്ലാം ചൂട് തന്നെ പറയുന്നത്, ഭയങ്കര ചൂട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊരു 12 മണിക്ക് നിർത്തും, എന്നിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഓട്ടും. അങ്ങനെ ചെയ്യണിപ്പോൾ. ഇപ്പോൾ കൂടുതലായിട്ട് അവർക്കിപ്പോൾ ഡെലിവറി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ പിക്കപ്പിൽ ജസ്റ്റ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡൈനിങ്ങിലും നല്ലോണം ബാധിച്ചിട്ടുണ്ട് പാലക്കാട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ പാടില്ലെന്ന് കായിക വകുപ്പ് അറിയിച്ചു. പരിശീലനത്തിനും സെലക്ഷൻ ട്രയൽസിനും നിയന്ത്രണം ബാധകമാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ അടുത്ത ആഴ്ചയോടെ മഴ ലഭിച്ചേക്കും. സമീപകാലത്ത് ഏറ്റവും കുറവ് വേനൽമഴ ലഭിച്ച വർഷമാണിത്. മെയ് മാസത്തിലും സാധാരണയേക്കാൾ മഴ കുറയും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. കനത്ത ചൂടിനിടെ പാലക്കാട് മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശികളായ ശബരീഷ്, സരോജിനി എന്നിവരാണ് മരിച്ചത്. സൂര്യാഘാതമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടെയാണ് എതിർപ്പണം സ്വദേശി ശബരീഷ് കുഴഞ്ഞു വീണത്. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ജോലിക്ക് പോകുമ്പോൾ തെങ്കര രാജാ സ്കൂളിന് സമീപത്ത് വെച്ചാണ് പുളിക്കപ്പാടം സ്വദേശിനി സരോജിനി കുഴഞ്ഞു വീണത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗവും ഉയരുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. മുന്നറിയിപ്പും ബോധവൽക്കരണവും മറികടന്നുള്ള വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗവും വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച 113.15 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപയോഗമെങ്കിൽ ചൊവ്വാഴ്ച ഉപഭോഗം 113.26 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. ഇതോടെ ജലവൈദ്യുതി ഉൽപ്പാദനവും ബോർഡ് വർദ്ധിപ്പിച്ചു. ഇന്നലെ 22.1 ദശലക്ഷം യൂണിറ്റ് ജലവൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. പുറത്തുനിന്നും എത്തിച്ചതാകട്ടെ 89.08 ദശലക്ഷം യൂണിറ്റും. ഉപഭോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ്. നിലവിലെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. സർക്കാരിന്റെ അനുമതിയോടെയാകും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കുക. പ്രസരണ വിതരണ ശൃംഖലകളെ പ്രതിസന്ധി ബാധിച്ചതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനാകില്ലെന്നാണ് ബോർഡ് നിലപാട്. 24 തിരുവനന്തപുരം. വേനൽ കടുത്തതോടെ കാസർഗോഡ് ജില്ലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാവുകയാണ്. ഉറവകളെല്ലാം വറ്റിവരേണ്ടതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടിവെള്ള വിതരണമാണ് കനത്ത ചൂടിൽ ഏക ആശ്വാസം. സപ്തസംഗമ ഭൂമിയിലെ ഇന്നത്തെ അവസ്ഥയാണിത്. കൊടും വേനലിൽ നദികൾ വറ്റി വരണ്ടു. പയസ്സിനി പുഴയുടെയും പുത്തികെ പുഴയുടെയും കിടപ്പ് കണ്ടാൽ ഗ്രൗണ്ടുകൾ എന്ന മട്ടാണ്. പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷം. 11 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പുറത്തിറങ്ങണേ 3 മണി കഴിയണം. 3 മണി 4 മണിക്ക് ശേഷമേ പുറത്തിറങ്ങാൻ പറ്റൂ. അത്രയും ചൂടാണ്. ഒന്നത് വെള്ളമില്ല, വെള്ളക്ഷാമമാണ് മൊത്തമായിട്ട്. വെള്ളത്തിൻ്റെ ദൗർബല്യം അത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇനിയും ചൂട് വർദ്ധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന കുടിവെള്ള വിതരണമാണ് ഏക ആശ്വാസം. പക്ഷേ പലയിടത്തും അത് പ്രാവർത്തികമാകുന്നില്ല. വയലുകളിലും തോടുകളിലും ചെറിയ കുഴികൾ കുത്തി കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നവർ അതും എപ്പോൾ വറ്റുമെന്നറിയാത്ത ആശങ്കയിലും. കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഭയങ്കര ചൂടാണ്. ഒരു 4 മണിയൊക്കെ കഴിയണം കുറച്ചും കൂടെ ഒരു ചൂടിൻ്റെ ആ ഒരു തീവ്രത കുറയണമെങ്കിൽ. രാത്രിയാണെങ്കിൽ പോലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയാണ്. അത്രയും ചൂടാണ്. വേനൽ കടുക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഭൂപ്രകൃതിയുമായി താരതമ്യം ചെയ്താൽ ഇതുവരെ ഇല്ലാത്തത്ര കുടിവെള്ളക്ഷാമത്തിലേക്ക് ജില്ല കടക്കും. കനത്ത ചൂടിൽ ജില്ല അനുഭവിക്കുന്ന ദുരിതം കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഈ പുത്തികെ പുഴയാണ്. 14 പുഴകളുള്ള തുളുനാട്ടിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ചുട്ടുപൊള്ളുകയാണ് ഈ നാട്. വിജേഷ് അണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. ചിഹ്നം ലോഡ് ചെയ്ത വിവിപാറ്റ് യൂണിറ്റുകൾ സ്ഥാനാർത്ഥിയോ പ്രതിനിധിയോ സാക്ഷ്യപ്പെടുത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം 45 ദിവസം വിവിപാറ്റ് യൂണിറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് മാർഗനിർദ്ദേശം പുതുക്കിയത്. വിവിപാറ്റുകൾ പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനത്തുള്ളവർ എഴുതി നൽകിയാൽ വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം. ഏതെങ്കിലും ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തിരിച്ചറിയാൻ സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ സീരിയൽ നമ്പറുമായി ഒത്തുനോക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. അമേഠി റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. അനുയോജ്യർ തന്നെ മത്സരത്തിനുണ്ടാകുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അമിത്ഷായുടെ വ്യാജ വീഡിയോ കേസിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുകയാണ്. അതിനിടെ BRS നേതാവ് K ചന്ദ്രശേഖർ റാവുവിന് 2 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കി. അമേഠി റായ്ബറേലി സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ആരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് നാളെ അറിയാം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് വിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനിക്കത്തോളം കാലം ഞാനെങ്ങനെ പറയൂ? അത് ഞങ്ങൾ എല്ലായിടത്തും തീരുമാനിക്കുന്നത് പോലെ തന്നെ ആ 2 സീറ്റുകളിലും തീരുമാനം നാളെ പറയും. അല്ല, പൊതുവായ വികാരമല്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ 2 സ്ഥലത്തും ആരാണെന്ന് നോക്കി നാളെ തരും. ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ല എന്ന് BJPയുടെ പരിഹാസത്തിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ആവശ്യം. അമേഠിയിൽ പ്രിയങ്കയും റായ്ബറേലിയിൽ രാഹുലും മത്സരിക്കണമെന്ന് സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ തുടരുകയാണ്. നീരജ് ബസോയ, നജീബ് സിംഗ് എന്നീ മുൻ MLAമാർ പാർട്ടി വിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഡൽഹി പോലീസ്. ജാർഖണ്ഡ് PCC അധ്യക്ഷൻ രാജേഷ് ഠാക്കൂറിനോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ദിശാബോധമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി വിമർശിച്ചു. BRS നേതാവ് K ചന്ദ്രശേഖര റാവുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തേക്ക് പ്രചാരണത്തിൽ നിന്ന് വിലക്കി. കോൺഗ്രസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിലാണ് നടപടി. 24 ഡൽഹി. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് നൽകുന്നതിനേക്കാൾ നല്ലത് BJPക്ക് നൽകുന്നതാണെന്ന് പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വിവാദ പരാമർശം. മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും ജയിക്കേണ്ടത് അനിവാര്യമാണെന്നും ബഹ്റാംപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. പരാമർശത്തിന് എതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. അധീർ രഞ്ജൻ ചൗധരി BJPയുടെ ശബ്ദമായി മാറിയെന്നാണ് വിമർശനം. ലൈംഗിക അതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ JDS നേതാക്കളായ HD രേവണ്ണയ്ക്കും മകൻ പ്രജ്വൽ രേവണ്ണയ്ക്കും കർണാടക പോലീസിന് നോട്ടീസ്. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കർണാടകയിൽ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകണമെങ്കിൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. വിദേശത്തെ കടന്ന പ്രജ്വലിനെ നാട്ടിലെത്തിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കടമ്പ. ഇതിനായി കർണാടക സർക്കാർ നീക്കം തുടങ്ങി. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. പീഡനത്തിനിരയായ 8 യുവതികളുടെ മൊഴി
അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പെൺമക്കളെ ചൂഷണം ചെയ്തവരെ വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി പിന്തുണച്ചുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിഷയം രാഷ്ട്രീയ വിവാദമായതോടെ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സത്യം വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രജ്വൽ രേവണ്ണയുടെ ആദ്യ പ്രതികരണം. അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടെന്നും പ്രജ്വൽ ട്വീറ്റ് ചെയ്തു. 24 ബംഗളൂരു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.